സോ ഹലോ ഗായ്സ്, അപ്പം ഇന്ന് ഞാനാണെങ്കിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യത്തിന് വേണ്ടി പോവാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഐ എം ഗോണ ടേക്ക് മൈ ലൈസൻസ് ടെസ്റ്റ്. ലൈസൻസിൻ്റെ ടെസ്റ്റ് ഇന്നാണ് എനിക്ക്. സോ ഗുഡ് മോർണിംഗ്. ഇതാണ് ഗൈസ് ഞാൻ കഴിക്കാൻ പോകുന്ന ബ്രേക്ക്ഫാസ്റ്റ്. സോ ഗൈസ്, ഞാൻ എൻ്റെ ലൈസൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് മെയ് 9th ആണ്. ഞാൻ എക്സാക്റ്റ് സെയിം മെയ് 9th കഴിഞ്ഞ വർഷം 2024 എനിക്ക് ലൈസൻസ് ടെസ്റ്റ് ആയിരുന്നു. അന്ന് പക്ഷേ ഈ സമരം ലൈസൻസിൻ്റെ പേരിൽ കുറച്ച് ഇഷ്യൂസൊക്കെ നടക്കുമായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ സമരം കാരണം എനിക്കന്ന് കഴിഞ്ഞ വർഷം എടുക്കാൻ പറ്റിയില്ല ലൈസൻസ്. അപ്പം ഇന്ന് സെയിം എനിക്ക് ആ ഡേറ്റ് തന്നെ കിട്ടി. കോയിൻസിഡൻസ് നിങ്ങൾ നോക്കണം. അപ്പം ഞാൻ വിചാരിച്ചു മേ ബി മെയ് 9th എനിക്കുള്ള ദിവസമായിരിക്കും ലൈസൻസ് എടുക്കാം. ഞാൻ എടുക്കാമെന്ന് വെച്ചു. ഇപ്പോൾ ഒരു ടൈം 6:30 ആയിട്ടുണ്ട്. 7:30 അവിടെ എത്തണം എന്ന് പറഞ്ഞു. നമുക്ക് ലൈസൻസ് എടുക്കാൻ പോകും. ഓക്കെ, എനിക്ക് പ്രത്യേകിച്ച് ടെൻഷനൊന്നും ഇപ്പോഴും ഇല്ല. ഇന്നലെ ഞാൻ വീഡിയോ ക്ലിപ്പ് എടുത്തത് ഞാൻ കാണിക്കാം. ഗൈസ്, ആക്ച്വലി എനിക്ക് നാളെയാണ് ടെസ്റ്റ്. ഞാൻ ഇന്ന് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്കിപ്പോൾ കുഴപ്പമില്ല. എനിക്ക് ആക്ച്വലി പേടിയൊന്നുമില്ല. അതാണ് എൻ്റെ പേടി. എന്നാൽ എനിക്ക് മാത്രം പേടിയില്ലാത്ത, എടുക്കുന്ന എല്ലാവർക്കും നല്ല ടെൻഷനുണ്ട്. എനിക്ക് മാത്രം ആ കാര്യം ഇല്ല. സോ ഗൈസ്, നമ്മൾ പറഞ്ഞു വന്നത് എനിക്ക് പേടിയില്ല. എനിക്ക് പേടിയില്ലാത്ത എന്തുകൊണ്ടാണെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. ഞാൻ എല്ലാ കാര്യത്തിലേക്ക് ഭയങ്കര സ്ട്രെസ് ഫ്രീ ആയിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതുകൊണ്ടായിരിക്കാം എനിക്ക് ഒരു കാര്യത്തിനും പേടിയില്ല. പേടി മീൻസ് ഞാൻ പഠിച്ച കാര്യം എനിക്ക് ചെയ്യാൻ പറ്റിയില്ല, വണ്ടി ഓഫ് ആവുമോ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ എനിക്ക് സങ്കടം വരും. പക്ഷെ അല്ലാണ്ട് ഏതോ രണ്ട് കമ്പി, ഓ മൈ ഗോഡ്, ഐ വാസ് ജസ്റ്റ് ബീയിങ് കൂൾ. ലെറ്റ്സ് സീ ഗൈസ്. സോ ഗൈസ്, എന്തുകൊണ്ട് എൻ്റെ ലൈസൻസ് എനിക്കിപ്പം 20 years ആയി. എനിക്കിപ്പോൾ 20 ആയല്ലോ. എന്തുകൊണ്ട് 2 വർഷം നടന്നില്ലെന്ന് വെച്ചാൽ 18 വയസ്സൊക്കെ ആയപ്പോൾ ഞാൻ പിന്നെ കളിച്ച് ചിരിച്ച് നടന്നു. 19 ആയപ്പോൾ ഞാൻ ടെസ്റ്റ് എടുത്തേ. ടെസ്റ്റ് എവിടെയാണ് രജിസ്റ്റർ ചെയ്യുന്നറിയാമോ? എൻ്റെ അമ്മാമ്മയുടെ വീട്ടിലാണ് ഞാൻ രജിസ്റ്റർ ചെയ്തത്. അതിവിടെ വർക്കലയാണ്. അപ്പം രജിസ്റ്റർ ചെയ്ത് ഞാൻ പറഞ്ഞില്ല, ഞാൻ ഡേറ്റൊക്കെ എടുത്തപ്പം സമരത്തിൻ്റെ കാര്യങ്ങളൊക്കെ ആയി. അന്നത്തെ ദിവസം ടെസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞു. അപ്പം ക്യാൻസലായിപ്പോയി. പിന്നെ ഡേറ്റ് എടുക്കുന്നത് ഇപ്പോഴാണ്. കാരണം എൻ്റെ ഡിഗ്രി ഇപ്പോൾ തീരും എന്ന് വിചാരിച്ചിട്ട് തീർന്നിട്ട് ഡേറ്റ് എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഡേറ്റ് എടുത്തേ. അതാണ് ഈ മെയ് 9th. അപ്പം അമ്മമ്മയ്ക്ക് എന്തേലും നല്ല വിശ്വാസം ഉണ്ടോ? ഓ, എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അപ്പൊ അമ്മയും അച്ഛനൊക്കെ അവിടെ ഉണ്ട്, അവർക്ക് വരാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ ഒറ്റയ്ക്കാണ് പോകാം. കാരണം ടെസ്റ്റ് എടുക്കാനും പ്രാക്ടീസിനൊക്കെ ഞാൻ ഒറ്റയ്ക്കാണ് പോയത്. അപ്പൊ പോവാന്ന് ചോദിച്ചാൽ പക്ഷെ വല്യച്ഛൻ ഇപ്പൊ നാട്ടിലുണ്ട്. അപ്പം പറഞ്ഞ് ഞാനും കൂടെ വരാമെന്ന് പറഞ്ഞു. അപ്പം ഞാനും വല്യച്ഛൻ്റെ ലൈസൻസ് എടുക്കാൻ പോകുന്നു. സോ എനിക്കൊരു ഗാർഡിയനായിട്ട് വല്യച്ഛനെയും കൂടെ കൂട്ടാമെന്ന് ഞാൻ വിചാരിച്ചു. ടെൻഷൻ അല്ല, കൈൻഡ് ഓഫ് ഫിയർ. എന്താണെന്ന് വെച്ചാൽ ആരെയും ടെൻഷൻ എന്ന് പറയുന്നത് ഞാൻ പഠിച്ച കാര്യങ്ങൾ ഓഫായി പോകരുത് എന്ന് പറയുമ്പോൾ ഞാൻ അത് ഇതാക്കും മുന്നേ, പഠിച്ച കാര്യങ്ങൾ ചെയ്യും മുന്നേ വണ്ടി ഓഫായി പോയാൽ ഐ വിൽ ബി ലൈക്ക് സാഡ്. ഒരു വിഷം വരച്ച് ഞാൻ പഠിച്ചതൊന്നും ചെയ്യാൻ പറ്റും. എനിക്ക് ആക്ച്വലി ഒരു 5 ക്ലാസ് കിട്ടി കാണും. ഞാനിപ്പം അമ്മമ്മയുടെ വീട്ടിൽ വന്നിട്ട് ഒരാഴ്ചയായി. എനിക്കതിൽ 5 ക്ലാസ് കിട്ടി കാണണം ടെസ്റ്റിനെ. ഒക്കെ വെച്ച് നമുക്ക് എടുക്കാം. എന്തൊക്കെ വന്നാലും ഓവറായിട്ട് ടെൻഷൻ അടിച്ചാൽ എല്ലാം കൊളാവും. കാരണം എന്ത് വന്നാലും നമുക്കത് ബ്ലെൻഡായി പോയാലേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഓക്കെ, നിങ്ങളും നിങ്ങളുടെ ലൈസൻസ് സമയത്തൊന്നും ഓവർ ടെൻഷനൊന്നും അടിക്കണ്ട. എന്തൊക്കെ വന്നാലും ഇത് ഇനിയും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. ടെൻഷനൊന്നും വേണ്ട. സോ ഗൈസ്, ഹായ് ജിക്കു, ഗുഡ് മോർണിംഗ്.
ഇജിക്ക് എൻ്റെ ലൈസൻസ് ടെസ്റ്റിനെ കുറിച്ച് നിനക്ക് എന്താണ് അഭിപ്രായം? ഓക്കെ അവൻ പറയുന്നത് ഞാൻ ജയിക്കുമെന്നാണ് ഗൈസ്. ജയിക്കട്ടെ. നിങ്ങളുടെ ലൈസൻസ് ടെസ്റ്റ് നിങ്ങൾ കുറച്ച് കോൺഫിഡൻസ് ആയി നിങ്ങളെ തന്നെ വിശ്വസിക്കുക. മനസ്സിലായി? 5 ദിവസത്തെ ക്ലാസ് കിട്ടിയത് ഞാൻ ഇത്രയും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഒരു മാസമൊക്കെ ക്ലാസ് കിട്ടി നിങ്ങളെ കുറച്ച് വിശ്വസിക്കുക. നിങ്ങളെ കൊണ്ട് പറ്റും. സിമ്പിളാണ് ഇതൊക്കെ. പറ്റാതെ അവിടെ അപ്പോൾ അല്ലെങ്കിൽ അടുത്ത ട്രൈ അല്ലേ, അത് നമുക്ക് നോക്കാം എങ്ങനെ പോകുമെന്ന് നോക്കാം. സ്പീക്ക്. യെസ്. ഇതാണ് ഗൈസ് എൻ്റെ പേപ്പർ. ഉണ്ടോ? ടെസ്റ്റിന് ടൈം ആയില്ല, ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യുവാണ്. എന്താ വീഡിയോ എടുക്കാത്തതെന്ന് വെച്ചാൽ അവിടെ വീഡിയോ എടുക്കാൻ പാടില്ല. മനസ്സിലായോ? നമ്മൾ എടുക്കുന്ന സമയത്ത് വീഡിയോ എടുക്കാൻ പാടില്ല. അത് അവരുടെ റൂളാണ്. അപ്പം നമ്മളത് റെസ്പെക്റ്റ് ചെയ്ത് നമ്മളും വീഡിയോ എടുക്കണ്ട. അപ്പം ഞാൻ പോയിട്ടൊക്കെ വരാൻ ഗൈസ്. നമുക്ക് പ്രാക്ടീസിന് തന്നു. ഇതുവരെ ഓഫീസേഴ്സ് ഒന്നും വന്നില്ല. നമുക്ക് പക്ഷെ പ്രാക്ടീസിനൊക്കെ തന്നു എങ്ങനെയാണ് എടുക്കാനുള്ളത് എന്നൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി തന്നിട്ടുണ്ടേ. സോ ഇത്രയേ ഉള്ളൂ. പറ്റുവാണെങ്കിൽ ഞാൻ എന്തെങ്കിലും ക്ലിപ്പ് ഇടാം. സോ ബൈ. സോ ഗൈസ്, നിങ്ങൾക്ക് അറിയണ്ടേ എൻ്റെ ലൈസൻസ് ടെസ്റ്റ് എങ്ങനെ പോയിരുന്നു? എൻ്റെ ലൈസൻസ് ടെസ്റ്റിനെല്ലാം പാസ്സായി ഗൈസ്. റോഡ് ടെസ്റ്റും ഹെച്ചും 8ഉം പിന്നെ അതിൻ്റെ റോഡ് ടെസ്റ്റ് എല്ലാം പാസ്സായി ഗൈസ്. ആണ് ഞാൻ പറഞ്ഞത്, റിലാക്സ് ആയിരിക്കണം. അതിൻ്റെ ചിലവിന് ഞാൻ ഒരു ഐസ്ക്രീം കുടിച്ചു. എനിക്ക് എന്നെ ട്രീറ്റ് ചെയ്തു. ഐസ്ക്രീം വാങ്ങിച്ച് കുടിക്കൂ. പിന്നെ ലൈസൻസ് ഇന്ന് തന്നെ കിട്ടും. എനിക്ക് ഇന്ന് തന്നെ കിട്ടും ലൈസൻസ്. കിട്ടിയില്ല. കിട്ടി എനിക്കല്ല. എല്ലാം കിട്ടി. ഹലോ ഗൈസ്, ഞാൻ എൻ്റെ ലൈസൻസ് ടെസ്റ്റ് ഒക്കെ എടുത്ത് തിരിച്ച് വീട്ടിൽ പോകുന്നു. കാരണം അമ്മൂമ്മ കരയാണ്. കരയുടെ പറഞ്ഞപ്പോൾ കുറച്ചുകൂടെ ചിരിക്കുന്നു. അപ്പൊ എന്റെ ലൈസൻസ് കിട്ടിയതായി. ഇപ്പൊ മെസ്സേജ് വന്ന് ലൈസൻസ് അപ്രൂവ് ആയെന്ന്. ഇനി അടുത്ത വരൊക്കെ ഞാൻ കാറിലൊക്കെ ആയിരിക്കും. സോ ബൈ ഗൈസ്. എനിക്ക് കുഴപ്പമില്ല ടെസ്റ്റ്. എനിക്ക് ഇച്ചിരി ഒരു റോഡ് ടെസ്റ്റിന് ഇച്ചിരി വണ്ടി 2-3 തൊട്ട് ഓഫായി. കാരണം തേരി വെച്ചായിരുന്നു തുടക്കമൊക്കെ. അപ്പൊ ഹാഫ് ക്ലച്ച് എടുക്കാൻ ഇച്ചിരി ഒരു ബുദ്ധിമുട്ട് വന്നു. പക്ഷെ കുഴപ്പമില്ല, എല്ലാം ഒരിതിലൊക്കെ പോയി. അത്രയേ ഉള്ളായിരുന്നു എൻ്റെ റോഡ് ലൈസൻസ്. ടെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഫോൺ എടുത്തുകൂടാൻ തന്നെ. എടുത്താൽ സാറ് ഫോണും കൊണ്ട് പോകുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഒന്നും എടുത്തില്ല. അവരുടെ റൂൾസ് നമ്മൾ പാലിക്കണമല്ലോ. അപ്പോൾ ഒന്നും എടുത്തില്ല. ഞാൻ ഫോണൊക്കെ അണച്ച് വെച്ച്. അതാണ് ഞാൻ ഒരു ക്ലിപ്പും ആഡ് ചെയ്യാത്തത്. കുഴപ്പമില്ലാതെ ലൈസൻസ് എല്ലാവരും ടെൻഷനൊന്നും ഇല്ലാതെ പോയി എടുക്കുക. ഇല്ല. സോ അത്രയേ ഉള്ളൂ ഗൈസ്. ബൈ. ടാറ്റാ.